السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. ആരെങ്കിലും ഒരാൾ ചുമട് എടുക്കാൻ പോകുന്നു, അതായത് പുറത്ത് കനമുള്ള സാധനം ചുമന്നുകൊണ്ട് പോകുന്നു, എന്നിട്ട് കിട്ടുന്ന പൈസ ദാനം ചെയ്യുന്നു. അങ്ങനെയുള്ള കൂലിപ്പണിക്കാരായ അല്ലെങ്കിൽ പോട്ടർമാർ, ചുമട്ട് തൊഴിലാളികൾ, അവരുടെ കൂലിയിൽ നിന്ന് ദാനം ചെയ്യുന്നതിനെ പറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നത്? മൻ അജറ നഫ്സഹു ലിയഹ്മില അലാ ളഹ്രിഹി സുമ്മ തസദ്ദഖ ബിഹി വ അബ്റൽ ഹമ്മാൽ. അബൂ മസ്ഊദ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴൊക്കെ ഞങ്ങളോട് ദാനം കൊടുക്കണം എന്ന് ഉത്തരവിട്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ ഞങ്ങൾ ചന്തയിലേക്ക് പോയി അവിടെ പോയി ചുമട്ട് തൊഴിലാളിയായി ജോലി ചെയ്ത് കിട്ടുന്ന മുദ്ദ്, അതായത് രണ്ട് കൈ നിറയെ, രണ്ട് കൈ കൂട്ടിപ്പിടിച്ച് കിട്ടുന്നതിനാണ് ഉദ്ദേശിക്കുന്നത്, ആഹാര സാധനങ്ങൾ, അത് കിട്ടുമായിരുന്നു. ഞങ്ങളിൽ പലർക്കും 100,000, അതായത് 1,00,000 ദിർഹമോ ദിനാറോ ഒക്കെ ഉണ്ടായിരുന്നു. ചിലരൊക്കെ പണക്കാരായിരുന്നു. അതിൻ്റെ ഉപ റിപ്പോർട്ടർമാരിൽ ഒരാൾ പറയുകയാണ്, ഷഖീഖ് പറയുന്നു, അബൂ മസ്ഊദ് ചിലപ്പോൾ അദ്ദേഹത്തിനെ തന്നെയായിരിക്കും ഉദ്ദേശിച്ചത്, ഞങ്ങളിൽ കുറച്ച് പേർ എന്നതുകൊണ്ട്. അപ്പോൾ അയാൾ അത്ര വലിയ പണക്കാരനായിരുന്നു, വേറെ എല്ലാവരും പണക്കാരല്ലായിരുന്നു. എന്നിട്ടും അവർ പോയി കൂലിപ്പണി ചെയ്ത് കിട്ടുന്ന പൈസ സദഖ ചെയ്യുമായിരുന്നു. അപ്പോൾ അത് വലിയ കാര്യമാണ്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ, കയ്യിലുള്ള പൈസ കൊടുത്താൽ പോരെ. അൻ അബീ മസ്ഊദിൻ അൽ അൻസാരി റളിയല്ലാഹു അൻഹു ഖാല കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അമറനാ ബിസ്സദഖതൻ തലഖ അഹദുനാ ഇല സൂഖി ഫയുഹാമിലു ഫയുസീബു അൽ മുദ്ദ വ ഇന്ന ലിബഅദിഹിം ലമിഅതി അൽഫിൻ ഖാല മാ നറാഹു ഇല്ലാ നഫ്സഹു. ഇടനിലക്കാരൻ്റെ കൂലി, അതായത് ബ്രോക്കർ അല്ലെങ്കിൽ ഇടയ്ക്ക് നിൽക്കുന്ന ആൾ, അജ്രി സംസറത്തി. ഇബ്നു സിരീൻ, അതാ, ഇബ്രാഹിം, അൽ ഹസൻ, ഇവരെല്ലാവരും ഇതിൽ ഒരു കുറ്റവും കണ്ടിട്ടില്ല. ഇബ്നു അബ്ബാസ് പറയുന്നു, ഇതിൽ തെറ്റൊന്നുമില്ല. ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ ഒരു ഇടനിലക്കാരനോട് അല്ലെങ്കിൽ ബ്രോക്കറോട് ഈ തുണി കൊണ്ടുപോയി ഇന്ന വിലയ്ക്ക് വിൽക്കുക, അതിൽ നിന്ന് എന്തെങ്കിലും കൂടുതൽ കിട്ടിയാൽ അത് നിനക്കുള്ളതാവുന്നു. അപ്പോൾ അങ്ങനെയുള്ളതിൽ തെറ്റില്ല. ഇബ്നു സിരീൻ പറയുന്നു, ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ ഒരു ബ്രോക്കറോട് അല്ലെങ്കിൽ ഇടനിലക്കാരനോട് നീ ഇത് ഇന്ന വിലയ്ക്ക് വിൽക്കുക, അതിൽ കൂടുതൽ കിട്ടിയാൽ ആ കൂടുതൽ കിട്ടിയത് നിനക്കുള്ളതാകുന്നു, അതല്ലെങ്കിൽ ആ കൂടുതൽ കിട്ടിയത് നമുക്ക് രണ്ടുപേർക്കും വീതം വെക്കേണ്ടതാകുന്നു. അങ്ങനെ ചെയ്താലും അതിൽ തെറ്റൊന്നും ഇല്ല. അപ്പോൾ ലാഭത്തിൽ പകുതി എത്ര കൂട്ടിവിറ്റോ അതിൻ്റെ പകുതി എനിക്ക് എന്നും പറയാം, കാരണം സ്വത്ത് എൻ്റെയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മുസ്ലിങ്ങൾ അവർ പറയുന്ന അവസ്ഥ, കണ്ടീഷൻ, അതായത് ഇന്ന നിയമങ്ങൾ പറഞ്ഞാൽ, അപ്പം നീ ഇത് കൊണ്ടുപോയിട്ട് ഇതിൻ്റെ മേളിലുള്ളത് നീ എടുത്തോ, അതല്ലെങ്കിൽ ഇതിൻ്റെ മേളിൽ കിട്ടുന്നതിന് പകുതി എനിക്ക് പകുതി നിനക്ക്, ബാക്കി മുതൽ എനിക്ക്, അങ്ങനെ ഏത് നിയമം വ്യവസ്ഥയാണോ നമ്മൾ പറഞ്ഞു വയ്ക്കുന്നത് അത് പാലിക്കണം, തെറ്റിക്കാൻ പാടില്ല. അത് അല്ലാഹു തആലയുടെ ഉത്തരവാകുന്നു. മുസ്ലിങ്ങൾ ഇത് പാലിക്കാതിരുന്നാൽ അള്ളാഹുവിൻ്റെ നേരിട്ടുള്ള ഒരു ഉത്തരവ് പാലിക്കാത്തതുപോലെയാവും, കുഫറാണത്. വലം യറ ഇബ്നു സിരീന വഅതാഉൻ വഇബ്രാഹിമു വൽഹസൻ ബിഅജ്രി സിംസാരി ബഅസൻ വഖാല ഇബ്നു അബ്ബാസിൻ ലാ ബഅസ അൻ യഖൂല ബഅ ഹാദ الثوب فما زاد على كذا وكذا فهو لك وقال ابن سيرين إذا قال بيعه بكذا فما كان من ربح فلك أو بيني وبينك فلا بأس به. وقال النبي صلى الله عليه وسلم المسلمون عند شروطهم. താവൂസ് വിശദീകരിക്കുന്നു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിരിക്കുന്നു, കച്ചവട സംഘങ്ങളെ അല്ലെങ്കിൽ കാരവാനെ ചന്തയിലെത്തുന്നതിന് മുമ്പ് വഴിയിൽ വെച്ച് പോയി കണ്ട് സാധനങ്ങൾ വാങ്ങിക്കുന്നത്. ഉത്തരവ് ഇട്ടിരിക്കുന്നു, പട്ടണവാസിയായ ഒരുത്തനും അനുവാദം ഇല്ല അവന് ഒരു നാട്ടിൻപുറത്തുകാരന് പകരമായി നിന്ന് സാധനം വിൽക്കാൻ. അപ്പോൾ പട്ടണവാസിയായ ഇച്ചിരി വാക്ചാതുര്യമൊക്കെ ഉള്ള വലിയ വർത്തമാനം പറയാനറിയാവുന്ന ഒരാൾ നാട്ടിൻപുറത്തുകാരനായ ഒരു പാവത്തിന് വേണ്ടി സാധനം വിൽക്കാൻ ഇടയ്ക്ക് നിൽക്കരുത്. ഞാൻ ഇബ്നു അബ്ബാസിനോട് ചോദിച്ചു, ഈ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? പട്ടണവാസിയായ ഒരാളും നാട്ടിൻപുറത്തുകാരന് പകരമായി നിന്ന് സാധനങ്ങൾ വിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, അവൻ ഒരു ബ്രോക്കറായി നിൽക്കാൻ പാടില്ല. അപ്പോൾ നാട്ടിൻപുറത്തുകാരനായ ഒരാൾക്ക് പകരമായി സിറ്റിയിൽ നിന്ന് വരുന്ന ഒരാൾ ബ്രോക്കറായി നിൽക്കാൻ പാടില്ല. عن ابن عباس رضي الله عنهما نهى النبي صلى الله عليه وسلم أن يتلقى الركبان ولا يبيع حاضر لباد. قلت يا ابن عباس ما قوله لا يبيع حاضر لباد؟ قال لا يكون له സിംസാർ. സിംസാർ എന്ന് പറഞ്ഞാൽ ബ്രോക്കർ എന്നാണ്. ഒരു മുസ്ലിമിന് അമുസ്ലിം അല്ലെങ്കിൽ ബഹുദൈവാരാധകനായ
മോശമായ ഒരു ആൾക്ക് പകരമായി നിന്ന് ബ്രോക്കറായി ജോലി ചെയ്യാമോ? അതിക്രമങ്ങൾ മാത്രം നടക്കുന്ന മോശമായ ഒരു നാട്ടിൽ. ഹൽ യുആജിറു റജുലു നഫ്സഹു മിൻ മുശ്രിക്കിൻ ഫി അർദിൽ ഹർബ്. യുദ്ധമൊക്കെ നടക്കുന്ന അല്ലെങ്കിൽ കുത്തിത്തിരിപ്പ് നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉള്ളൊരു നാട്ടിലാണിത്. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഞാൻ ഒരു ഇരുമ്പ് പണിക്കാരനായിരുന്നു. ഞാൻ അപ്പോൾ കുറച്ച് പണി ചെയ്തു. അൽ-ആസിബിന് വായിലിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. അങ്ങനെ അവൻ എനിക്ക് കുറച്ച് പൈസ തരണമായിരുന്നു ആ പണിക്ക് വേണ്ടിയിട്ട്. അത് ചോദിക്കാൻ വേണ്ടി ഞാൻ അവൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ നിനക്ക് പൈസ തരില്ല, തന്നെങ്കിൽ നീ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിശ്വസിക്കണം. ചെയ്ത പണിക്ക് പൈസ ചോദിച്ചു പറയുകയാണെങ്കിൽ നീ മുസ്ലിം അല്ലാതെ അയാളെ പൈസ തരുള്ളൂ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, അള്ളാഹു ആണേ ഞാനത് ചെയ്യില്ല, മരിക്കുന്നത് വരെയും ഉയർത്തെഴുന്നേൽക്കപ്പെടുന്നവരെയും. അപ്പോൾ അവൻ ചോദിച്ചു, അതേ ഞാൻ മരിക്കുമോ, അത് കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കുമോ മരിച്ചതിന് ശേഷമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഉവ്വ. അങ്ങനെയാണെങ്കിൽ അവിടെ എനിക്ക് ഒരുപാട് സമ്പത്തും കുട്ടികളും ഒക്കെ ഉണ്ടാവും, അപ്പം ഞാൻ തന്നോളാം എന്ന് പറഞ്ഞു. അതായത് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ എൻ്റെ അടുത്ത് ഇഷ്ടം പോലെ കാശുണ്ടാവും, അന്നേരം ഞാൻ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അല്ലാഹു തആല ആയത്ത് ഇറക്കി, കണ്ടോ അവനെ, നമ്മുടെ അടയാളങ്ങളിൽ അവിശ്വസിച്ച ഒരുത്തനെ, അതായത് ഖുർആനിലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും അവിശ്വസിച്ച ഒരുത്തൻ, അടയാളങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് പറയുന്നു, തീർച്ചയായും നാം അവന്, എനിക്ക് തീർച്ചയായിട്ടും സ്വത്തും സമ്പത്തും ഉണ്ടാവും അവിടെ ചെല്ലുമ്പോൾ എന്ന്, എനിക്ക് കിട്ടും എന്ന്. അതായത് ഇവിടെ ഭൂമിയിൽ ഇപ്പോൾ പൊതുവേ ഒരു ക്രിസ്ത്യൻ വിശ്വാസമാണത്. ഭൂമിയിൽ എന്തോ ഒരു സമ്പത്ത് തന്നിട്ടുണ്ടോ, അതായത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. അങ്ങനെയാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എത്രമാത്രം പറ്റുമോ അത്രയും ഉണ്ടാക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹമാണത്, ശരിയാണത്. പക്ഷെ നമ്മളതിനൊരു പരീക്ഷണമായിട്ടാണ് കാണുന്നത്. എത്ര കൂടുതൽ വരുന്നോ അത്ര അതിനകത്ത് ദാനവും സക്കാത്തും കൊടുത്തിട്ടില്ലെങ്കിൽ അത് വലിയൊരു പരീക്ഷണമാണ്. അവർ പറയുന്നത്, ഇവിടെ ഇത്രയും എനിക്ക് എൻ്റെ ദൈവം തരുന്നുണ്ടെങ്കിൽ അവിടെ ഇതിൽ കൂടുതൽ തരും എന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് മരിച്ചു കഴിയുമ്പോൾ ഒരുപാട് പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നുള്ളതുപോലെ അതേ വിശ്വാസമാണ് ഇവിടെയും നമ്മൾ കാണുന്നത്. 19-ാമത്തെ സൂറത്ത് 77-ാമത്തെ ആയത്ത്. ഹദ്ദസനാ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഖാല കുൻതു റജുലൻ ഖീനൻ ഫഅമിൽതു ലിൽആസ് ബിൻ വഅഇൽ ഫജ്തമാലി ഇൻദഹു ഫഅതൈതുഹു അതഖാദാഹു ഫഖാല ലാ വല്ലാഹി ലാ അഫ്ദീക ഹത്താ തക്ഫുറ ബിമുഹമ്മദിൻ ഫഖുൽതു അമാ വല്ലാഹി ഹത്താ തമൂത ثم തുബഅസ് فلا قال وإني لميت ثم مبعوث قلت نعم قال فإنه سيكون لي ثم مال وولد فأقضيك فأنزل الله تعالى أفرأيت الذي كفر بآياتنا وقال لأوتين مالا وولدا. മറിയം 77. റുഖിയയ്ക്ക് പകരമായി കിട്ടുന്ന കൂലി, അതിൻ്റെ വിധിയാണത്. അതായത് റുഖിയ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ വചനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ദൈവിക വചനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ശുശ്രൂഷിക്കുന്നതിനെ അല്ലെങ്കിൽ രോഗചികിത്സ നടത്തുന്നതിനെയാണ് പറയുന്നത്. അതായത് സൂറത്തുൽ ഫാത്തിഹ ഊതുക. അത് അറബ് ഗോത്രങ്ങളിൽ ആരുടെയോ മേളിൽ ചെയ്തു, അതിന് കിട്ടിയ കൂലി. റുഖിയ എന്ന് പറഞ്ഞാൽ മന്ത്രവാദവും മാജികൊക്കെയാണെന്നാണ് നമ്മൾ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത്. റുഖിയ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ചികിത്സാ രീതിയാണ്. ഇസ്ലാമിക ചികിത്സാ രീതി റസൂലിൻ്റെ രീതി. എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ വന്നാൽ ഫാത്തിഹ ആയിരുന്നു അവരുടെ ചികിത്സാ മാർഗം. ഫാത്തിഹ ഊതുക അല്ലെങ്കിൽ തടവുക. മാ യുഅതി ഫി റുഖിയത്തി അലാ ഹിയാഇൽ അറബി ബി ഫാത്തിഹത്തിൽ കിതാബ്, കിതാബിലെ ഫാത്തിഹ. വഖാല ഇബ്നു അബ്ബാസിൻ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖ്ഖു മാ അഖദ്തും അലൈഹി അജ്റൻ കിതാബുല്ലാഹി വഖാല അശ്ശഅബിയ്യു ലാ യസ്തരിത്തുൽ മുഅല്ലിമു ഇല്ലാ അൻ യുഅത ശൈഅൻ ഫൽയഖ്ബൽഹു. وقال الحكم لما اسمع أحدا كره أجر المعلم وآتى الحسن دراهم 10 ولم يرى ابن سيرين بأجر القسام بأسا وقال كان يقال السحت الرشوة في الحكم وكانوا يعطون على القرض. അബൂ സഈദ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏതാനും സഹാബാക്കൾ ഒരു യാത്രയിൽ ആയിരുന്നു. അവർ ഒരു സ്ഥലത്ത് എത്തി. ഒരു അറബ് ഗോത്രത്തിൻ്റെ അടുത്താണ് അവരെത്തിയത് രാത്രിയായപ്പോൾ. അപ്പോൾ അവർ പറഞ്ഞ്, ഞങ്ങളെ ഇവിടെ അതിഥികളായിട്ട് താമസിക്കാൻ സമ്മതിക്കൂ എന്ന് ചോദിച്ചു. കാരണം യാത്രക്കാരാണ്. അവർ അത് നിരസിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഗോത്രത്തലവനെ ഒരു പാമ്പ് കടിച്ചു, അതല്ലെങ്കിൽ ഒരു തേള് കടിച്ചു. രണ്ടഭിപ്രായം എഴുതിയിട്ടുണ്ട്. അവർ മാക്സിമം അവരുടെ നാട്ടിലുള്ള ചികിത്സാ രീതികളൊക്കെ നോക്കി, അരച്ച് കോയമ്പ് വരട്ടിലും ധാരകോരലൊക്കെ ചെയ്തു. പക്ഷേ ആള് സുഖമായില്ല. അപ്പോൾ അതിലാരോ ഒരാൾ പറഞ്ഞു മറ്റുള്ളവരോട്, നമ്മൾ ചെയ്തത് ഒന്നും ഏറ്റില്ലല്ലോ,
ആ വന്ന ആളുകളോട് പോയി ഒന്ന് ചോദിച്ചാൽ ഇവിടെ രാത്രി താമസിക്കണമെന്ന് പറഞ്ഞ് കുറച്ച് പേര് വന്നില്ലേ, കാരണം നമ്മളുടെ കയ്യിലുള്ളത് മുഴുവൻ കഴിഞ്ഞു, ഇനി വേറെ വഴിയൊന്നുമില്ല എന്ന് ചോദിച്ചാലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഒരു കൂട്ടം ആളുകൾ പോയി. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളുടെ അടുത്ത് ചെന്നു. എന്നിട്ട് പറഞ്ഞു, അതെ ഞങ്ങളുടെ ഗോത്രത്തലവനെ പാമ്പോ അതല്ലെങ്കിൽ ഒരു തേളോ കടിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് പറ്റുന്ന പരിപാടികളെല്ലാം പയറ്റി നോക്കി, എല്ലാ ചികിത്സാ രീതികളും നോക്കി, പക്ഷെ ഒന്നും ഏറ്റില്ല, ഫലിക്കുന്നില്ല. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉപകാരപ്രദമായ അറിവുകൾ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അതിലൊരാൾ പറഞ്ഞു, ഉവ്വ, അള്ളാഹുവാണ്, എനിക്ക് റുഖിയ ചെയ്യാൻ അറിയാം എന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങൾ ഞങ്ങളെ അതിഥികളായി താമസിക്കാൻ അനുവദിക്കാത്തതുകൊണ്ട് ഞങ്ങൾ റുഖിയ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുകയില്ല, നിങ്ങൾ പകരം കൂലി തരുവാണെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു, ഫ്രീ ആയിട്ട് ചെയ്യൂല എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ റുഖിയ ചെയ്യേണ്ടത് ഫ്രീ ആയിട്ടാണ് എന്ന് തോന്നുന്നു, അള്ളാഹു ആലം. അങ്ങനെ അവർ ഒരു കൂട്ടം ആടിനെയാണ് കൂലിയായിട്ട് തീരുമാനിച്ചത്. അപ്പോൾ അതിലൊരാൾ പോയി സൂറത്തുൽ ഫാത്തിഹ ഓതി, സകല സ്തുതിയും അള്ളാഹുവിനാകുന്നു, സർവ്വലോക രക്ഷിതാവായ അള്ളാഹു, അതായത് സർവ്വലോകം എന്ന് പറയുന്ന മനുഷ്യകുലം, ജിന്നുകുലം, അതല്ലാതെ ഇനി നമുക്കറിയാൻ പാടില്ലാത്ത കുലങ്ങൾ. എന്നിട്ട് ആ ചീഫ് അല്ലെങ്കിൽ ആ ഗോത്രത്തലവൻ്റെ മേത്തേക്ക് ഊതി, ആൾ അടിപൊളിയായിട്ട് എഴുന്നേറ്റ് വന്നു, രോഗം മാറി. എഴുന്നേറ്റ് വന്നു എന്ന് പറയാനായിട്ട് ചങ്ങലക്കിട്ടിരുന്ന ഒരു മനുഷ്യൻ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് പോലെ, ചങ്ങല തുറന്ന് വരുന്നത് പോലെയാണ് വന്നത്. അയാൾ ചാടി എഴുന്നേറ്റ് നിന്നു, നടക്കാൻ തുടങ്ങി. ഒരു രോഗലക്ഷണങ്ങളും ഇല്ലാത്ത രീതിയിൽ അയാൾ പെരുമാറി. വാക്ക് പറഞ്ഞ ആ കൂലി അവർക്ക് കൊടുത്തു. സഹാബാക്കൾ പറഞ്ഞു, നമുക്ക് കിട്ടിയത് നമുക്ക് വീതം വയ്ക്കാം എല്ലാവരുടെയും ഇടയിൽ. പക്ഷെ ആ റുഖിയ ചെയ്ത ആൾ, ആ ചികിത്സ നടത്തിയ ആൾ പറഞ്ഞു, അതേ ഇതിൻ്റെ കാര്യത്തിൽ നമുക്ക് തീരുമാനം അറിയില്ല, അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ വീതം വയ്ക്കണ്ട, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ചെന്ന് പറഞ്ഞിട്ട് എന്താ പറയണമെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം, നമുക്കറിയില്ലാത്ത കാര്യങ്ങൾ, ഇത് ഹലാലാണോ അല്ലയോ നമുക്ക് പേടിയാണ്, അവർക്കറിയില്ല. അങ്ങനെ അവർ പോയി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ചെന്ന് കഥ മുഴുവൻ പറഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അല്ല നീ എങ്ങനെ അറിഞ്ഞ സൂറത്തുൽ ഫാത്തിഹ റുഖിയ ആയിട്ട് ഓതാൻ പറ്റും എന്നുള്ളത്? സൂറത്തുൽ ഫാത്തിഹ റുഖിയ ആണ്, അല്ലെങ്കിൽ രോഗശമനിയാണെന്ന് നിനക്ക് എങ്ങനെ അറിഞ്ഞതെന്ന് ചോദിച്ചു. എന്നിട്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു, നീ ചെയ്തത് വളരെ കറക്റ്റാണ്, നിങ്ങൾക്ക് കിട്ടിയത് എല്ലാവരും നിങ്ങൾ വീതം വെച്ച് എടുത്തോളൂ, എനിക്കൊരു വീതം തന്നോട്ടോ എന്ന് പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, റുഖിയ അല്ലെങ്കിൽ ഫാത്തിഹ ഓതി ചികിത്സിച്ചാൽ കൂലി വേണമെങ്കിൽ മേടിക്കാം, അതല്ലെങ്കിൽ മേടിക്കാതെയും ഇരിക്കാം. കൂലി മേടിച്ചാൽ അത് ആ കൂട്ടത്തിലുള്ളവരൊക്കെ വീതം വെച്ചെടുക്കുക, അല്ലെങ്കിൽ ആ പോയവർ ഇപ്പോൾ കുറേ വലിയാക്കന്മാരൂടിയാണ് പോകുന്നതെങ്കിൽ അങ്ങനെ. മന്ത്രവാദമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുമാത്രമല്ല, അപ്പോൾ റസൂല് ഉണ്ടെങ്കിൽ അതിലൊരു വീതം റസൂലിന് കൊടുക്കണം. റസൂൽ നമ്മുടെ ഇടയിൽ ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇനി ചിലപ്പോൾ ഈസാ അലൈഹി സ്വലാമൊക്കെ വന്നു കഴിയുമ്പോൾ അത് ചിലപ്പോൾ ബാധകമാവുമായിരിക്കും, അല്ലാഹു അലം. عن أبي سعيد رضي الله عنه قال انطلق نفر من أصحاب النبي صلى الله عليه وسلم في سفرة سافروها حتى نزلوا على حي من أحياء العرب فاستضافوهم فأبوا أن يضيفوهم فلدغ سيد ذلك الحي فسعوا له بكل شيء لا ينفعه شيء فقال بعضهم لو أتيتم هؤلاء الرهط الذي نزلوا لعله أن يكون عند بعضهم شيء فأتوهم فقالوا يا أيها الرهط إن سيدنا لدغ وسعينا له بكل شيء لا ينفعه فهل عند أحد منكم من شيء فقال بعضهم نعم والله إني لأرقي ولكن والله لقد استضفناكم فلم تضيفونا فما أنا براق لكم حتى تجعلوا لنا جعلا فصالحوهم على قطيع من الغنم فانطلق يطفل عليه ويقرأ الحمد لله رب العالمين فكأنما نشط من عقال فانطلق يمشي ما به قلبة قال فأوفوهم جعلهم الذي صالحوهم عليه فقال بعضهم اقسموا فقال الذي رقي لا تفعلوا حتى نأتي النبي صلى الله عليه وسلم فنذكر له الذي كان ننظر ما يأمرنا فقدموا على رسول الله صلى الله عليه وسلم فذكروا له فقال وما يدريك أنها رقية ثم قال قد أصبت مقسموا واضربوا لي معكم سهما فضحك النبي صلى الله عليه وسلم قال അല്ലാഹു അലം. അല്ലാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.